അടിപൊളി ഇരിക്കടോ സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. നമ്മളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മാന്യനായ അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയാണ്. ആ ശൈലിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനൊരു ഭംഗവും വരുത്താതെ അദ്ദേഹത്തിന്റെ അവസരത്തിൽ പല കാര്യങ്ങളും ഇവിടെ ആവർത്തിച്ചു. ഞാൻ അതിനൊന്നും അതേ നാണയത്തിൽ മറുപടി പറയുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സ്കൂളിൽ നിന്നല്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഞങ്ങളുടെ ഒരു ഔദാര്യമായി അദ്ദേഹം കണ്ടാൽ മതി. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നവകേരള സദസ്സിനെ കൊണ്ട് ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് പോലും ലഭിക്കുന്ന ഗുണമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം വെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങി കിട്ടുന്നതാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർ നടത്തുന്ന പരിപാടിയുടെ മികവിന്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് RSS ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടെന്ന് 2020 ഓർഗനൈസർ അവകാശപ്പെട്ട സംസ്ഥാനം ഗുജറാത്തോ UP-യോ കർണാടകയോ രാജസ്ഥാനോ അല്ല, അത് കേരളമാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്നിട്ടും എന്തുകൊണ്ടാണ് RSSന്റെ ഒരു പ്രചാരകൻ പോലും ഇന്ത്യൻ പാർലമെന്റിലോ കേരള നിയമസഭയിലോ എത്താത്തത്? എന്തുകൊണ്ടാണെന്ന് അങ്ങ് സൗകര്യം കിട്ടുമ്പോ വീട്ടിൽ പോയിരുന്ന് കൊല്ലത്തെ യുവമോർച്ചക്കാരോടൊപ്പം ഒന്ന് ചർച്ച ചെയ്ത് വീര്യം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. അത്രയും വേണം. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വയനാട് MP-യുമായി ആലോചിച്ച് ഒരു സ്നേഹത്തിന്റെ കട ഇവിടെ തുടർന്നാൽ കോൺഗ്രസ്സുകാരുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചുകൂടെ എന്ന്. സ്നേഹത്തിന്റെ കടയുടെ മാതൃകയിൽ വെറുപ്പിന്റെ കട കേരളത്തിൽ ഒരാൾ തുറന്നിട്ടുണ്ട്. നിങ്ങളുടെ വാലാട്ടി എന്നതുപോലെ നിങ്ങളുടെ പുറകെ നടക്കുന്ന കേരളത്തിലെ ചാൻസലർ ഒരു പുതിയ കട തുറന്നിട്ടുണ്ട്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ആ കടയിൽ നിന്ന് കേട്ട ഏറ്റവും ഒടുവിലത്തെ ഉൽപ്പന്നമാണ് കേരളത്തിലെ ലക്ഷണമൊത്ത കൊലപാതകയായി കോടതി കണ്ടെത്തി ജയിലിൽ കഴിയുന്ന ലക്ഷണമൊത്ത RSSകാരൻ അയാളുടെ ജീവിത പങ്കാളിയെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് കൊണ്ടുവച്ചു ചില കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം. എന്നിട്ട് ഏതു തെരുവിൽ നിന്ന് കിട്ടിയ കടയിലെ മധുരോപഹാരമാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്കും കേരള യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾ കൊടുത്തയച്ചത്? അങ്ങനെ കൊടുത്തയക്കുന്ന ലിസ്റ്റ് വാങ്ങി കയ്യിൽ വെച്ച് മിണ്ടാതിരിക്കാൻ ഞങ്ങളുടെ പേര് K. സുധാകരൻ എന്നല്ല എന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സമരത്തോടുകൂടെ അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവായ ചാൻസലർക്കും ബോധ്യം വന്നിട്ടുണ്ട്. കൊടുത്തയക്കുന്ന ലിസ്റ്റ് RSSന്റെ ശാഖയിലോ BJP-യുടെ ഓഫീസിലോ സ്വീകരിക്കും. കേരളത്തിന്റെ സർവകലാശാലയിൽ ഒരു കൊലപാതകയ്ക്കും അവന്റെ ജീവിത പങ്കാളിക്കും കയറിയിരിക്കാനുള്ളതല്ല കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി. അത് ഞങ്ങൾ വിട്ടുതരത്തുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ തുടർച്ചയിലോ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ആകെ ഈ സമരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ തെറ്റുധരിപ്പിക്കാൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി DYFIയുടെ നേതാവാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? DYFIയുടെ ഏതു ഘടകം? ഞങ്ങൾക്ക് 30,000-ലധികം വരുന്ന യൂണിറ്റ് കമ്മിറ്റികളുണ്ട്, 2,000-ലധികം വരുന്ന മേഖലാ കമ്മിറ്റികളുണ്ട്, 220-ലധികം വരുന്ന ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്, 14 ജില്ലാ കമ്മിറ്റികളുണ്ട്, അതിന് മുകളിൽ സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകവും ഉണ്ട്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഒരുത്തന്റെയും വ്യാജ ID കാർഡ് സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടി വ്യാജ സംഘത്തിന്റെ നേതൃത്വമായിട്ടല്ല കേരളത്തിൽ DYFI നിൽക്കുന്നത്. മനസ്സിലാക്കണം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കേട്ടോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് വ്യാജന്മാരെ ഉണ്ടാക്കിയ ഇന്ത്യ വിരുദ്ധ സംഘമായിട്ടാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ കണ്ടിട്ടുള്ളത്. അത് നിങ്ങളെ പോലെ വ്യാജന്മാരുടെ സംഘമല്ല. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ മത്സരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയായി കോടതി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാവാണ്. അതിനൊന്നും ഇല്ലേ? കൊലക്കേസിലെ പ്രതികളെ കേരള മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച നിങ്ങളാണോ ഇവിടെ പ്രതികളെ സംബന്ധിച്ച് അതിനെ തള്ളിപ്പറയുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്? മോനെ അന്തസ്സുണ്ടെങ്കിൽ അങ്ങ് ഈ രാഷ്ട്രീയ ചരിത്രമൊക്കെ പഠിക്കണം, എന്നിട്ട് വേണം ഇതിനെ സംബന്ധിച്ച് ഇവിടെ ഇരുന്ന് പറയാൻ. പിന്നെ വ്യാജ യൂത്ത് കോൺഗ്രസ് എന്ന് അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് നാളിതുവരെ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ വ്യാജന്മാരെ ഞങ്ങൾക്കറിയാം. വ്യാജ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് അത് ഒറിജിനൽ ആണെന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, എഴുതാത്ത പരീക്ഷ ജയിക്കുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, എന്താ ഉറക്കം വരുന്നു. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് 2 കോളേജിൽ വ്യാജമായിട്ട് പഠിപ്പിച്ച് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ BCom ജയിക്കാതെ MCom ജയിച്ചവരും വ്യാജ രേഖയുടെ ഞാൻ പറയുമ്പോൾ താങ്കൾ ഇടപെടരുത്. താങ്കൾ പറയുമ്പോൾ ഞാനും ഇടപെടും.
മര്യാദ കാണിക്കണം. താങ്കൾ മര്യാദ കാണിക്കണം. ആരോട്? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇനി താങ്കൾ പറഞ്ഞത് ബികോം ജയിക്കാതെ എംകോം ജയിച്ചവന്റെ സർട്ടിഫിക്കറ്റ്, ബികോം ജയിക്കാതെ എംകോമിന് അഡ്മിഷൻ എടുത്തവന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞത് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ, ഞാനല്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. താങ്കൾ എന്നോട് ചോദിച്ചത് അന്തസ്സുണ്ടെങ്കിൽ എന്നാ. എനിക്ക് ഇത്രയൊക്കെ അന്തസ്സുള്ളൂ. താങ്കൾ ആദ്യം താങ്കളുടെ അന്തസ്സ് ഒന്ന് പറയണം. ചിരിച്ചുകൊണ്ട് നുണ പറഞ്ഞാൽ കേരളം മുഴുവൻ അത് വിശ്വസിക്കുമെന്ന് താങ്കൾ വിചാരിക്കരുത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ അവര് രണ്ടുപേരും വർദ്ധിത വീര്യത്തോടുകൂടി നേർക്കുനേർ പോരാടുകയാണ്. നേർക്കുനേർ, അക്ഷരാർത്ഥത്തിൽ സ്തോഭജനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ പറയാണ് ഞങ്ങൾ ഈ കയ്യാളുടെ മുകളിലിരുന്ന് കളി കാണുകയാണെന്ന്. അങ്ങനെ കളി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റോളില്ലാതായി പോകും കേരള രാഷ്ട്രീയത്തിൽ. ഇല്ല, കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് മോഹൻ വല്ലാതെ കഷ്ടപ്പെടണ്ട, അഭിലാഷ് മോഹൻ വല്ലാതെ വേദനിക്കണ്ട, വിഷമിക്കണ്ട. ഞങ്ങളുടെ റോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. 34 വർഷം, 1-2 വർഷമല്ല, 34 വർഷം ഈ വർദ്ധിത വീര്യത്തോടെ DYFI ഇവിടെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് BJP-ക്കാരോടും യുവമോർച്ചക്കാരോടും പറഞ്ഞ സംസ്ഥാനമായിരുന്നു ബംഗാൾ. അവിടെ നിന്ന് 34 വർഷം ഭരിച്ചിട്ട് നിയമസഭയിൽ 3 പേര് പോലില്ല, 3 പേര് തികച്ചില്ല. CPM-ന്റെ നേതാക്കന്മാർ പൊറോട്ട അടിക്കുകയാണ് കേരളത്തിൽ. ഈ അവസ്ഥ നാളെ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് പൊറോട്ട അടിക്കാൻ ഒരൊറ്റ സംസ്ഥാനവും ബാക്കിയില്ല. അതൊക്കെ ചാണകസംഖ്യകളുടെ സംസ്ഥാനങ്ങളായി മാറി എന്നുള്ളത് ആദ്യം DYFI നേതാവ് ഓർത്തു വെച്ചോട്ടെ. പിന്നെ ഞങ്ങളെ പുറത്താക്കി, കേരളത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല, ഞങ്ങൾ വരുന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച ബംഗാളിൽ ഞങ്ങൾ വന്നില്ലേ, നിങ്ങളെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് റോട്ടിലിട്ടില്ലേ? അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾ കീഴടക്കി വെച്ച 10-20 വർഷം കീഴടക്കി വെച്ച മറ്റ് സംസ്ഥാനം, ഞാൻ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, ത്രിപുര. ആ ത്രിപുരയുടെ അവസ്ഥ എന്താ? അത് പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ പാർലമെന്റിൽ ഒരു പ്രചാരകനുണ്ടോ? RSS പ്രചാരകൻ ഉണ്ട് മിസ്റ്റർ. പാർലമെന്റിലെ RSSന്റെ പ്രചാരകനാണ് പാർലമെന്റിലെ പ്രധാനമന്ത്രി അടക്കം ഇരിക്കുന്നവര്. അന്ന് ഒരു കനൽത്തിരി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഭയങ്കര അടിയുണ്ടാക്കുക. നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ 2 പേരും കൂടി ചേർന്നിട്ടല്ലേ ആളുകളെ ഉണ്ടാക്കിയത്. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത് ഈ 2 പേരും കൂടി ചേർന്നിട്ടല്ലേ ഡൽഹിയിൽ മറ്റേ നൃത്തം ചവിട്ടുന്നത്, മോഹിനിയാട്ടം നടത്തുന്നത്. നിങ്ങൾ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഇരുന്നിട്ടല്ലേ സീതാറാം യെച്ചൂരി മോഹിനിയാട്ടം കളിക്കുന്നത്. ഇവൻ ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയില് സംഘപരിവാറിന്റെ പക്കാ ഭാഷയിൽ പറഞ്ഞാൽ എത്രയോ അപക്വമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നിർത്തണോ താൻ? അയാളോട് മിണ്ടാതിരിക്കാൻ പറ. ഞാൻ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിനെ നിങ്ങൾക്ക് പറയാം അല്ലേ? നിങ്ങൾക്ക് പറയണം, നിങ്ങൾ വേണമായിരുന്നാ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാമെല്ലാം. ഒരു ഗവർണർ നിങ്ങൾ എത്ര മോശമായിട്ടാ ഗവർണറെ പറഞ്ഞത്? നിങ്ങൾ ഗവർണറുടെ കാര്യം എന്താ പറഞ്ഞത്? വാലാട്ടി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഭാഷ ശരിയാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ലേ നിങ്ങൾ? ഗവർണറെ അപ്പൊ പറയണ്ട. നിങ്ങൾ പറഞ്ഞാൽ പറയും, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും. മനസ്സിലായില്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. ഒരു വാക്കിൽ പിടിച്ച് വാഗ്വാദം വേണ്ട, വിഷയങ്ങളിലേക്ക് വരൂ. ഞാൻ ഇവരാരും സംസാരിക്കുന്നതിനിടയിൽ മിണ്ടിയിട്ടില്ല. ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. വളരെ പരമപുച്ഛത്തോടുകൂടി ഗവർണറെ വളരെ മോശമായ രീതിയിൽ പദങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഞാൻ ഉപയോഗിച്ചു. ശരിയാണ്, അത് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ ഇതും പിൻവലിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കേരളം പുറമ്പോക്കിലേക്ക് തട്ടി എന്ന വാക്കാണല്ലോ പറഞ്ഞത്. സംഘപരിവാറിനെ കേരളം പുറമ്പോക്കിലേക്ക് തട്ടി. പുറമ്പോക്കിലേക്ക് തട്ടി നിങ്ങൾ 34 വർഷം ബംഗാളിൽ, ഇന്ന് ബംഗാളിൽ ഞങ്ങളാണ്. 20 വർഷം നിങ്ങൾ തട്ടി ത്രിപുരയിൽ, ഇന്ന് ത്രിപുരയിൽ ഞങ്ങളാണ്. ഇപ്പൊ നിങ്ങളിപ്പോ പറയാ, ഇപ്പോ കൊലപാതകിയുടെ ഭാര്യയെ കൊണ്ടുവന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊലപാതകിയാ. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ മൊത്തം കൊലപാതകികളും അക്രമികളും അല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ സംസാരിക്കാൻ? കേരള മുഖ്യമന്ത്രിയോട് പോയി പറ ആദ്യം. അദ്ദേഹമാണ് 1-ാം പ്രതി. ഒരു തൊഴിലാളിയെ വെട്ടിക്കൊന്നത്.
ശരി, മനസ്സിലായില്ലേ? ശരി. ആ വർത്താനം ഒന്നും പറയണ്ട. ശരി, ആ, ഒന്ന് പോയി പണി നോക്കാം മിസ്റ്റർ. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.